ഹലോ ബോയ്സ് ആൻഡ് ഗേൾസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ തോട്ട് ആൻഡ് ഗുണ്ടു. ഇന്ന് ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ എടുക്കുന്നത് എൻ്റെ 7 വർഷത്തെ എൻ്റെ NS200 ആയിട്ടുള്ള ജേണി എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തായിരുന്നു, എനിക്കുണ്ടായ നല്ല കാര്യങ്ങൾ, ഈ വണ്ടിയിൽ നിന്നുണ്ടായ മോശം കാര്യങ്ങൾ എല്ലാം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതാണ്. ആൻഡ് 2018 നമ്മളാരും അങ്ങനെ പെട്ടെന്ന് മറക്കാൻ സാധ്യതയില്ല. പ്രളയവും വെള്ളപ്പൊക്കവും എല്ലാമായിട്ട് നല്ല അടിപൊളി കൊല്ലമായിരുന്നു. ഞാൻ ഈ വണ്ടി എടുക്കണത് 2018 ജൂലൈ ലാസ്റ്റ് വീക്കോടുകൂടിയാണ്. വണ്ടി എടുത്തൊരു 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴ തുടങ്ങി. നല്ല മഴയെന്ന് പറഞ്ഞാൽ കണ്ണ് കാണാൻ പറ്റാത്ത രീതിക്കുള്ള മഴ തുടങ്ങി. ഒരാഴ്ചയായിട്ടും തീരണുള്ള, 2 ആഴ്ചയായിട്ടും തീരണുള്ള, അങ്ങനെ ഒരു ഓഗസ്റ്റ് പകുതിയൊക്കെ ആയപ്പോഴേക്കും അപ്പോഴേക്കും എൻ്റെ വണ്ടിയുടെ പൂജയും നമ്മൾ അമ്പലത്തിൽ കൊണ്ട് ചെയ്യുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടു. അതൊക്കെ കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് വണ്ടിയായിട്ട് റോഡിലോട്ട് ഇറങ്ങാൻ നേരം മഴയോട് മഴ. അതാണെങ്കിൽ ഞാൻ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് വലിയ എക്സ്പേർട്ട് റൈഡറൊന്നുമല്ല, ഇപ്പോഴും എക്സ്പേർട്ട് റൈഡറൊന്നുമല്ല. മനസ്സിലെപ്പോഴും ഭയം വെച്ച് ഓടിക്കുന്നൊരു ബൈക്ക് ഓടിക്കുന്ന ആളാണ് ഞാൻ. കാരണം കുറച്ച് ആളിനോട് ജീവിക്കണമെന്നുണ്ടായി. സോ വണ്ടി എടുത്തുകൊണ്ട് വന്ന് ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ഫുള്ള് മഴയേറെ വണ്ടി ഓടിക്കാനേ പറ്റണില്ല. അപ്പോഴാണ് മറ്റേ പ്രളയം വന്നത്. അതോടുകൂടി ഞാനോർത്ത്, ദൈവമേ, ദുരന്തങ്ങളുടെ പെരുമഴയാണല്ലോ വണ്ടി എടുത്തപ്പോൾ തൊട്ടുന്നത്. ഇതൊരു ദുരന്ത വണ്ടിയാകുമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ എന്തോ അങ്ങനെ ആയില്ല. അതേ ഇനിയും ഞാൻ ഈ വണ്ടിയായിട്ട് ഇപ്പോൾ ഈ നിൽക്കണ ഈ റോഡ്, നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന റോഡൊക്കെ ശരിക്കും പുഴ പോലെയായിരുന്നു ആ സമയത്ത്. ഈ വണ്ടി എടുത്ത കാശിനൊരു വഞ്ചി എടുത്തായിരുന്നെങ്കിൽ എനിക്ക് 2-3 ഷട്ടിൽ സർവീസ് അടിച്ചതിനും കുറച്ച് പൈസ ഉണ്ടാക്കാറെന്ന് ഞാൻ ചിന്തിച്ചായിരുന്നു ആ സമയത്ത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് പിന്നീട് പ്രളയമൊക്കെ മാറി. ആ സമയത്ത് ഞാൻ കോളേജിൽ പഠിക്കണം. അങ്ങനെ കോളേജിൽ പഠിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും വണ്ടി എടുക്കാനൊന്നും വീട്ടിൽ നിന്ന് സമ്മതിക്കില്ല. സോ കിട്ടണ ചാൻസൊക്കെ അത്യാവശ്യം അടിച്ച് പൊളിക്കുമായിരുന്നു. ഇനി ഈ വണ്ടിയുടെ റിവ്യൂയിലോട്ട് കിടക്കാം. വണ്ടി എടുത്ത സമയത്ത് ഇപ്പോൾ ഈ വണ്ടി ഓൾമോസ്റ്റ് ഒരു 42,000 കിലോമീറ്റർ ഫിനിഷ് ചെയ്തു. പിന്നീട് പറയാനാണെങ്കിൽ എന്താ പറയുക, ഇതുവരെ അങ്ങനെ വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നല്ല പൈസ പൊട്ടുന്ന കാര്യങ്ങളോ ഒന്നും എനിക്ക് ഈ വണ്ടി സമ്മാനിച്ചിട്ടില്ല. കാരണം ഞാൻ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും വണ്ടി എന്ത് ഇപ്പോൾ ഈ കോലത്തിലിരിക്കണേന്ന്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാനിപ്പോൾ ഒരു ലോങ് റൈഡ് കഴിഞ്ഞ് വന്ന പാടെ എന്തോ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ തോന്നി, പറയാൻ തോന്നി. പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങും ഇല്ല, ഒരു നല്ല വീഡിയോയോ ഒരു മൈക്ക് റെക്കോർഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ വണ്ടിയുടെ 7 വർഷത്തെ ഒരു ഓണർഷിപ്പ് റിവ്യൂ എനിക്ക് പറയണമെന്ന് തോന്നി. കാരണം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ എത്ര ധൈര്യത്തിലൊന്ന് പറയണം. എന്നേരത്തെ ഒരു പ്രോബ്ലം ഇല്ലെന്നല്ല, പ്രോബ്ലംസ് ഉണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ വഴിയേ പറയാം. എന്നാലും ഇപ്പോൾ ഈ വണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 42,000 കിലോമീറ്റർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ എടുത്ത സമയത്ത് ഈ വണ്ടിക്ക് ഓൺ റോഡ് പ്രൈസ് 2018 ഓൺ റോഡ് പ്രൈസ് 1,12,000 സംതിങ്ങിനാണ് ഞാൻ ഈ വണ്ടി ഇറക്കിക്കൊണ്ട് വന്നത്. സോ അന്ന് തൊട്ട് എന്താ പറയണ്ട, നിങ്ങളെല്ലാവരും ചെയ്യണ പോലെ തന്നെ കൃത്യമായിട്ടൊരു 4,000-5,000 ആ ഒരു ഗ്യാപ്പിൽ കൃത്യമായിട്ടുള്ള സർവീസും കാര്യങ്ങളെല്ലാം ചെയ്യും. പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കണ ഒരു വണ്ടിയാണ്. പിന്നെ ആ ഒരു പ്രൈസ് റേഞ്ചിന് ആ സമയത്ത് ഒരു 200cc ലിക്വിഡ് കൂൾഡ് എൻജിൻ, അത് ഇത്രയും ടോപ്പ് സ്പീഡും എല്ലാം റിഫൈൻഡ് ആയിട്ടുള്ളൊരു എൻജിൻ കിട്ടണത് ഈ വണ്ടിക്ക് മാത്രമായിരുന്നു. കാരണം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ മറ്റുള്ള പേരുകളൊന്നും ഞാൻ പറയണില്ല, മറ്റുള്ള ബൈക്കുകൾ അന്വേഷിച്ച് പോയപ്പോഴും ഇതിനേക്കാളും എമൗണ്ട് കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ചെറിയ കോംപ്രമൈസ് കമ്പനി വരുത്തിയിട്ടുണ്ട്. അതിൻ്റേതായ ചെറിയ ഡിഫോൾട്ടുകളും കാര്യങ്ങളും ഈ വണ്ടിക്ക് ഉണ്ട്. അത് മെയിൻലി എഫക്റ്റ് ചെയ്യണത് ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിനാണ്. അതിപ്പോൾ 20,000 രൂപ കൊടുത്ത് മേടിച്ച ഫോണിന് ഐഫോണിൻ്റെ ഫീച്ചേഴ്സ് കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ. സോ ചെറിയ രീതിക്ക് കോംപ്രമൈസ് ചെയ്തുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വണ്ടിയിൽ ഇതുവരെ ഓടിച്ചുകൊണ്ട് നടന്നേക്കണം. പക്ഷേ എല്ലാവരും പറയണ ഈ വണ്ടിയുടെ മെയിൻ കംപ്ലൈൻ്റാണ് കുറേ നാൾ കഴിയുമ്പോൾ പവർ ലൂസ് വരും, പാർട്സിനൊന്നും ഒരു റിലയബിലിറ്റി ഇല്ല, പെട്ടെന്ന് മാറേണ്ടി വരും. അങ്ങനെയൊന്നും എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. റിലയബിലിറ്റിയും കാര്യങ്ങളൊക്കെ ആവശ്യത്തിനുണ്ട്. അതുകൂടാണ്ട് തന്നെ പാർട്സിൻ്റെ കാര്യമാണെങ്കിലും ഇപ്പം എന്തെങ്കിലും ഒരു പാർട്സ് ചേഞ്ച് ചെയ്യണമെന്ന് കരുതിയാലും ഏത് കുഗ്രാമത്തിൽ ചെന്നാലും അടുത്തുള്ളൊരു ഓട്ടോമൊബൈൽ ഷോപ്പിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബജാജിൻ്റെ പാർട്സ് ഉണ്ടാവും. സോ പാർട്സ് അവൈലബിലിറ്റിയുടെ കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ ഹാപ്പിയാണ്. പിന്നെ വണ്ടിയുടെ ഭാഗത്തുനിന്ന് നെഗറ്റീവ് സൈഡ് എന്താണെന്ന് ചോദിച്ചാൽ നെഗറ്റീവ് സൈഡ്സ് ഉണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ വിശദമായി. ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ പെയിൻറ്റ് ക്വാളിറ്റി തന്നെയാണ്. പെയിൻറ്റ് ക്വാളിറ്റി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫൈബർ പാർട്സിലെല്ലാം പെയിൻറ്റ് ക്വാളിറ്റി അത്യാവശ്യം പ്രോപ്പറാണ്. വണ്ടി വാങ്ങിച്ചപ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഫൈബർ പാർട്സിലെല്ലാം പെയിൻറ്റ് ക്വാളിറ്റി. പക്ഷേ നമ്മൾ ഈ മെറ്റൽ പാർട്സിലോട്ട് വരുമ്പോഴാണ് ഈ വണ്ടിയുടെ ഒരു മെയിൻ പ്രോബ്ലം ഹൈലൈറ്റ് ചെയ്യുന്നത്. മെറ്റൽ പാർട്സിലെല്ലാം ഇപ്പോൾ
കണ്ടോ, ഇത് ഹാൻഡിൽ ഗ്രിപ്പാണ്. ഹാൻഡിൽ ഗ്രിപ്പിൻ്റെ ഭാഗം പെട്ടെന്ന് ഇതായി പോകുന്നുണ്ട്. അതുകൂടാണ്ട് ഇത് ഈ ഒരു സ്പേസ്, ഈ ഷോക്ക് അബ്സോർബറിൻ്റെ സ്പേസ്, പോരാത്തതിന് ഇതിൻ്റെ കാലിപ്പേറിൻ്റെ ഭാഗം, ഇങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ പെയിൻറ്റ് പൊളിഞ്ഞു പോകുന്ന പോലെ ഒന്നുണ്ട്. ഈ പെയിൻറ്റ് പൊളിഞ്ഞു പോകാനുള്ള മെയിൻ റീസൺ വേറൊന്നുമല്ല, ഞങ്ങളിവിടെ ഉപ്പ് കാറ്റ് കൂടുതലാണ്. അതിൻ്റെ ഒരു കാരണവും കൂടി ഇതിന് മെയിനായിട്ടുണ്ട്. പിന്നെ പറയാനായിട്ടുള്ളത് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്യൂവൽ ഗേജാണ്. ഫ്യൂവൽ ഗേജ് ഈ വണ്ടി വാങ്ങിയ സമയം തൊട്ട് ഇതിൻ്റെ ഫ്യൂവൽ ഗേജ് ശ്രദ്ധിച്ചറിയാം. ഈ ഒരു കട്ടയിൽ തന്നെയാണ് ഇതിൻ്റെ ഫ്യൂവൽ ഗേജ് എപ്പോഴും നിൽക്കുന്നത്. അതിനൊരു കുറവോ മാറ്റോ ഇത്രയും നാൾക്കിടയിൽ ഈ ഫ്യൂവൽ ഗേജിൽ വന്നിട്ടില്ല. പിന്നീട് ചില സ്ഥലങ്ങളിൽ ഇപ്പം മെയിനായിട്ട് നമ്മൾ ഫേസ് ചെയ്യണ ഒരു പ്രോബ്ലമാണ് ഇതിൻ്റെ പാർട്സിൻ്റെ ഇഷ്യൂ. ഇതാണ്ട ഈ ഒരു കളറ് തന്നെ ശ്രദ്ധിച്ചു നോക്കൂ. ഇതൊക്കെ എത്ര മാറിയാലും ഇത് ഇങ്ങനെയുള്ള റബ്ബർ പാർട്സിൻ്റെ ഇഷ്യൂ, ഇതൊക്കെ എത്ര മാറിയാലും ആ ഒരു പ്രോപ്പർ ക്വാളിറ്റി ഇതിന് കിട്ടാത്തോട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നീട് ഈ വണ്ടിയിലൊരു മെയിൻ പ്രോബ്ലമാണ് ടാപ്പറ്റ് ഇഷ്യൂവിനെ കുറിച്ച് പറയാനാണെങ്കിൽ അത് കുറച്ച് കൂടുതലെന്നല്ല, കുറച്ച് അധികം കൂടുതലാണ്. ടാപ്പറ്റ് ഇഷ്യൂ എത്ര നമ്മൾ വണ്ടി കൺട്രോൾ ചെയ്ത് എത്ര പ്രോപ്പറായിട്ട് കൊണ്ടു നടന്നാലും ടാപ്പറ്റ് ഇഷ്യൂ വണ്ടിക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നതാണ്. അത് മാറ്റാൻ പറ്റണല്ലോ, എന്തൊക്കെ ചെയ്ത് ശ്രമിച്ചിട്ടും അത് ഒരു കാരണവശാലും മാറ്റാൻ പറ്റാത്തൊരു ഇതായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനിതിൽ ഫേസ് ചെയ്യണ മെയിൻ പ്രശ്നം ഇതിൻ്റെ ബ്രേക്ക് കാലിപ്പേഴ്സാണ്. അപ്പം നിങ്ങൾക്ക് ഈ ശബ്ദം ശ്രദ്ധിച്ചിട്ടാൽ മനസ്സിലാവും. കണ്ട ഒരു കിളി കരയണ ശബ്ദവും ഒരു പിടുത്തവും കണ്ട. വണ്ടി റണ്ണിങ്ങിലാണ് ഇത് മെയിനായിട്ട് അറിയാൻ പറ്റണത്. കണ്ട, ഇത്തരത്തിലുള്ള ശബ്ദമാണ് ഈ വണ്ടിയുടെ മെയിൻ പ്രോബ്ലം. ഇത് എൻ്റെ വണ്ടിക്ക് മാത്രമാണോ അല്ലെങ്കിൽ എല്ലാവർക്കും ഇതെങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഏറ്റവും കൂടുതൽ ഞാൻ ഫേസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രോബ്ലമാണ്. പിന്നെ ഈ വണ്ടിയുടെ സ്വിങ്ങാം, ഇത് ഓൾമോസ്റ്റ് പുത്തൻ സ്വിങ്ങാമാണ്. ഇത് വാങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. കാരണം ആദ്യത്തെ സ്വിങ്ങാം വാങ്ങി കുറച്ച് ആൾ വണ്ടി ഓടിയപ്പോൾ തന്നെ വണ്ടിയുടെ വരിപ്പ് ഇളകിയായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം ടയേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ചെയിൻ്റെ ഭാഗത്തു നിന്നൊക്കെയാണെങ്കിൽ ഞാൻ ഓക്കെയാണ്. പിന്നെ വണ്ടി ഇങ്ങനെ ഡേർട്ടി ആയിട്ടിരിക്കണ വേറെ ഒന്നുമല്ല, ഞാനിപ്പോൾ ഒരു ലോങ് റൈഡ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ. വണ്ടി അത്യാവശ്യം ചൂടായിരിക്കുന്നതാണ്. ആ ഒരു കണ്ടീഷനിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ടാണ് വണ്ടി ഈ ഒരു കണ്ടീഷനിൽ. പിന്നെ ഇതിൻ്റെ സീറ്റിൻ്റെ കാര്യത്തിലോട്ട് തന്നെയാണെങ്കിൽ കുറച്ച് റഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, സീറ്റ് ഇത് കണ്ടോ പെട്ടെന്നൊന്നും അങ്ങനെ ഒരു ചളുങ്ങനൊരു സീറ്റല്ല. കുറച്ച് ലോങ് റൈഡ്സിനൊക്കെ സീറ്റ് കുറച്ച് പ്രോബ്ലം തന്നെയാണ്, അത് പറയാണ്ടിരിക്കാൻ വയ്യ. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തുനിന്ന് പാർക്ക് ലൈറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ പാർക്ക് ലൈറ്റ് ആണെങ്കിലും ഹെഡ്ലൈറ്റ് ആണെങ്കിലും ഒക്കെ പെട്ടെന്ന് പോകുന്നുണ്ട്. പിന്നെ ഞാനിതിൽ മെയിനായിട്ട് ഫേസ് ചെയ്തൊരു ഇഷ്യൂ ആണ് ഈ ബെൻഡ് പൈപ്പിൻ്റെ ഇഷ്യൂ. കണ്ടോ, ഇതിനൊരു പ്രോപ്പർ കവറിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എപ്പോഴും ഈ ഒരു പോയിൻ്റ് കണ്ടോ, ഈ ഒരു പോയിൻ്റിൽ എപ്പോഴും ഇത് വരും. തുരുമ്പ് വന്ന് അവിടെ ചെറിയ തുളയോ കാര്യങ്ങൾ എന്തെങ്കിലും വന്ന് ലാസ്റ്റ് അതിൽ നിന്ന് ഒരു ശബ്ദ വ്യത്യാസം വരും. വണ്ടി എടുക്കുമ്പോൾ എപ്പോഴും ഒരു ശബ്ദ വ്യത്യാസം ഇരിക്കും. M8 ശബ്ദം പോലെ കിടക്കിരിക്കും. പിന്നെ നമ്മൾ നോക്കി പിടിച്ച് വരുമ്പോഴേക്കും അവിടെ എന്തെങ്കിലും ഒരു ഹോൾ ഉണ്ടാവും. അതുപോലെ തന്നെ പറയാനുള്ളതാണ് ഇവരുടെ ഈ എൻജിൻ പാർട്സിലുള്ളത്. ഇത് കണ്ടോ, ഇതൊക്കെ ഓൾമോസ്റ്റ് പൊളിഞ്ഞു പോയതാണ്. പൊളിഞ്ഞു പോയിട്ട് വേണ്ട ഇതൊക്കെ പൊളിഞ്ഞു പോയിട്ട് രണ്ടാമത് പെയിൻ്റ് അടിച്ച് ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് ചെയ്യണതാണ്. ഇതിനൊരു പ്ലാസ്റ്റിക് കോട്ട് പോലത്തെ സംഭവമാണ്, പക്ഷെ അത് മുഴുവൻ പൊളിഞ്ഞു പോയതാണ്. ഇതൊക്കെയാണ് ഈ വണ്ടിയെ കുറിച്ച് മെയിനാണ്. പിന്നെന്താ പറയണ്ട, ഓവറോൾ ലുക്കും കാര്യങ്ങളൊക്കെ നോക്കിയാൽ ദിസ് എ ബീസ് വെഹിക്കിൾ, ഒരു ബീസ്റ്റ് വെഹിക്കിളാണെന്ന് തന്നെ പറയാം. പിന്നെ ടയറിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇതാണെങ്കിലും ഒക്കെ ക്ലച്ച് സൈഡും കാര്യങ്ങളൊക്കെ ലൂസാണ്. ഞാൻ വണ്ടിയുടെ ഒരു റോ ശബ്ദം ഞാൻ കാണിച്ചു തരാം.
ഓവറോൾ ഞാൻ ഈ വണ്ടിയിൽ ഹാപ്പിയാണ്. പിന്നെ ലിക്വിഡ് കൂൾഡ് എൻജിനാണ്. വേറെ പറയത്തക്ക പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെന്താ, ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. പിന്നെ ഈ ലോകത്തിൽ 100% പെർഫെക്റ്റ് ആയിട്ട് ഒരു സാധനവുമില്ല. അതിപ്പോൾ മനുഷ്യനാണെങ്കിലും ശരി, നമ്മുടെ വണ്ടികളാണെങ്കിലും ശരി, നമ്മുടെ ഒപ്പമുള്ള സഹജീവികളാണെങ്കിലും ശരി. സോ പോരായ്മകൾ എല്ലാത്തിനും ഉണ്ട്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റ് മെഷീനാണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഇതാണ് എൻ്റെ ബജാജിനെ കുറിച്ച് ഇത്രയും നാളത്തെ എൻ്റെ നെക്സ്റ്റ് 200 കുറിച്ചുള്ള ഒരു ഒപ്പീനിയൻ. പിന്നെ എൻ്റെ വർത്തമാനവും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. സോ ബൈ.